പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 18 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവിന് മഹത്വം കരയേറ്റുവാനും സ്വർഗത്തിലെ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നല്ല കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിൻ്റെ കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അമ്മേൻ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ വൻകൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ കരമുയർത്തി പറ, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അല്പസമയം കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിക്കുവാൻ അങ്ങ് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം. കർത്താവെ, അങ്ങ് മഹോന്നതനാകിയാൽ സ്തോത്രം. അങ്ങക്ക് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. 57 സങ്കീർത്തനം 9 വാക്യം പറയുന്നത്, കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ കർത്താവിനെ കീർത്തനം ചെയ്യും. അതിൻ്റെ 10 വാക്യം, കർത്താവിൻ്റെ ദയ ആകാശത്തോളവും കർത്താവിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, അങ്ങ് ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗീയ പ്രവൃത്തിയെ ഭൂമിയിൽ കൊണ്ടുവരുന്ന സമയമാണ് പ്രാർത്ഥന. മനുഷ്യനും ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഇന്ന് ഈ പ്രഭാത സന്ദേശം തൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ തൊടണം. അവരാത്മാവിൽ നിറയട്ടെ. ആത്മശക്തി അവരുടെ ഉള്ളങ്ങളിൽ തിളയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിയോഗങ്ങൾ ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. പുതുകൃപകളാൽ അവരെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതുവരെ അനുഭവിക്കാത്ത വിധത്തിലുള്ള ആത്മശക്തിയെ ഈ പ്രഭാതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗക്കെട്ടുകളും പൊട്ടിപ്പോകട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ. രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ, താങ്ക് യു ജീസസ്. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കാൽമുട്ടിന് താഴെ ആമേൻ ഉള്ള ആമേൻ മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങട്ടെ. ആമേൻ ആമേൻ ആമേൻ. സ്കിന്ന് വല്ലാതെ പോയി ആമേൻ വ്രണങ്ങൾ വന്ന് കാൽമുട്ടിൻ്റെ താഴെ ആമേൻ അത് ഹീലാകാതെ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ വിരലുകളൊക്കെ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. ആ കാലിൻ്റെ താഴേക്കുള്ള രക്തയോട്ടം നോർമലായി തീരട്ടെ. കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ആ മുറിവുകൾ ഹീലാകട്ടെ. ആമേൻ. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അത് ഡയബറ്റിക് ഫുഡായാലും മറ്റേതെങ്കിലും കാരണത്താൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പോൾ അത്ഭുതകരമായ സൗഖ്യം ആ കാൽമുട്ടുകളുടെ താഴെ സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. അവൻ നെക്ക് പെയിനായിട്ട് കഴുത്തിന് വേദനയായിട്ട് ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തുള്ള അനാവശ്യമായ മുഴകൾ ഇപ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു പോകട്ടെ. അനാവശ്യമായ മുഴകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പറഞ്ഞു പോകട്ടെ. ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ.
ദൈവിക അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ജോലിയില്ലാത്തവർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ കർത്താവേ, അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ജോലിക്ക് കയറി പക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേലും അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നതിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം. സകല മഹത്വം പുകഴ്ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിലുള്ളവരെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വലിയ മഹിമ അവരിലൂടെ വെളിപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യാക്കോബിൻ്റെ ലേഖനം, അത് നമുക്കറിയാവുന്ന ഭാഗം 2-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വിശ്വാസവും ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് വിശ്വാസം എന്ന കാര്യത്തെക്കുറിച്ചാണ് രാവിലെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ്, അതായത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സൈലൻ്റായിട്ട് കർത്താവിനെ നമ്മൾ പറയുക, എനിക്ക് കർത്താവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതല്ല. ദൈവവചനത്തെ അനുസരിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് വിശ്വാസം? ദൈവവചനത്തെ അനുസരിക്കുന്നതിനാണ് വിശ്വാസമെന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ ആ ആൾ കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നോ അതനുസരിക്കും. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിനകത്തും, ആമേൻ, അത് ശക്തി, ആ വാക്കിനകത്ത് ശക്തിയുണ്ട്. എന്തു പറഞ്ഞിരിക്കുന്നോ അത് പ്രവർത്തിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, അതിനെ നടപ്പിലാക്കാനുള്ള ശക്തിയും ആ പറഞ്ഞ കാര്യത്തിനകത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പത്രോസ് രാത്രി മൊത്തം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷേ യേശു പറഞ്ഞു, പത്രോസേ, നീ ഒരു കാര്യം ചെയ്യ്, നീ വലയെടുത്ത് ഇന്നിടത്തോട്ട് ഇടാൻ പറഞ്ഞു. അപ്പം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. അപ്പം പീറ്റർ എന്ത് ചെയ്തു? പത്രോസ് അത് ഒബേ ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മിറക്കിളിനെ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞപ്പോൾ അത് ചെയ്തതുകൊണ്ട് അത് അവിടെ അത്ഭുതം നടന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞത് ചെയ്താൽ അവിടെ എന്ത് നടക്കും? അത്ഭുതം നടക്കും. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ അല്ല. നമ്മൾ എനിക്ക് യേശുവിനെ ഇഷ്ടമാണ് അതുകൊണ്ട് വിശ്വാസം നമുക്കുണ്ടാകേണ്ടത് കർത്താവിനെ തിരിച്ചറിയണം, കർത്താവിൻ്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ കർത്താവിനെ വിശ്വസിക്കാൻ. ആമേൻ. അതായത് ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ വെളിപ്പാടിൽ, ആമേൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവത്തെ നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ശക്തമാകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ വേദോസ്തത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനല്ല, കള്ളം പറയുവൻ. അപ്പോൾ കർത്താവ് കള്ളം പറയുകയില്ല, കർത്താവ് പറഞ്ഞത് നടപ്പിലാക്കും എന്ന് നമുക്ക് യഥാർത്ഥമായ ബോധ്യമുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത് എന്തും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ശരിയല്ലേ? ആമേൻ. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൂടാതെ എബ്രായ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞു, എബ്രായ ലേഖനം 11-ാം അധ്യായം പറഞ്ഞു, വിശ്വസിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു എന്നും അറിയേണ്ടതാകുന്നു. അപ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ഈ കർത്താവ് പ്രതിഫലം തരും, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്വഭാവം മനസ്സിലായി. ഒന്ന്, കർത്താവ് ബോസ്ക് പറയത്തില്ല, കർത്താവ് മാറ്റം പറയത്തില്ല. ഇന്ന് ഞാൻ നിന്റെ തല ഉയർത്തുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് അയ്യോ ക്ഷമിക്കണം എനിക്കത് പറ്റത്തില്ല എന്ന് പറയുന്ന കർത്താവല്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഇല്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പ്രയാസമാണെന്ന് പറയുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. കർത്താവ് മനുഷ്യനല്ല, തൻ്റെ വാക്ക് മാറ്റി പറയുവാൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ഉണ്ടെന്ന് വിശ്വസിച്ചു, നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് വിശ്വസിക്കണം. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഇനി വിശ്വാസം ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പ്രോഗ്രസ് ചെയ്യണം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു മസിൽ പോലെ, നമ്മുടെ ശരീരത്തിലെ ഒരു മസിൽ പോലെ. എല്ലാവർക്കും മസിലുണ്ട്, പക്ഷേ എല്ലാവരുടെയും മസിൽ വലുതായിട്ട് വളരുന്നില്ല. കാരണം പിന്നെ അവർ മസിലിനെ വേണ്ടുന്ന എക്സസൈസ് കൊടുക്കുന്നില്ല, അതിന് കറക്റ്റായ പ്രോട്ടീൻ ഫുഡ് കൊടുക്കാത്തത് കൊണ്ട് എല്ലാവരുടെയും മസിൽ ഡെവലപ്ഡായിട്ട് ഷേപ്പായിട്ട് വരുന്നില്ല. എന്നാൽ മസിൽ എല്ലാവർക്കും ഉണ്ട്. ഇതുപോലെ തന്നെ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതലിനും എന്തുണ്ട്? വിശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ വിശ്വാസത്തെ ഉപയോഗിക്കുന്നതനുസരിച്ചും വിശ്വാസത്തെ ഫീഡ് ചെയ്യുന്നതനുസരിച്ചും,
ആണ് നമ്മുടെ വിശ്വാസം വലുതാകുന്നത്, പ്രോഗ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണ് വിശ്വാസം ഉപയോഗിക്കുന്നത്? ഏത് സാഹചര്യത്തിലും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ജയിക്കുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ജയിച്ചു വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു വരും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങളെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ വാ കൊണ്ട് പറഞ്ഞ് നമ്മുടെ കൈ വെച്ച് നമ്മൾ സൗഖ്യമാക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിച്ചു വരും. അതാണ് വിശ്വാസം വർദ്ധിക്കുക. പിന്നെ വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. ഫീഡ് ചെയ്യുന്നത് എങ്ങനെ? വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കേൾക്കണം, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് കേൾക്കണം. അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതിനെക്കുറിച്ച് കേൾക്കണം. വേദപുസ്തകത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കണം. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കുവാൻ തുടങ്ങും. അപ്പം വിശ്വാസമില്ലാതെ നമുക്ക് കർത്താവിൽ നിന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ കറൻസിയാണ്. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് വല്ലതൊക്കെ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ പൈസ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ദൈവരാജ്യത്തിൽ വന്നു, നമ്മുടെ ഈ ദൈവരാജ്യത്തിൻ്റെ കറൻസിയാകുന്ന ഫെയ്ത്ത്, വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ പാപ്പരായി പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദരിദ്രന്മാരെ പോലെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഫീഡ് ചെയ്യുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവരാജ്യത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യാനും വലിയ കാര്യങ്ങളെ സ്വീകരിക്കാനും പറ്റും കേട്ടോ. അതുകൊണ്ട് വിശ്വാസം ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞതിനെ അനുസരിക്കുന്നതാണ്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുപ്പീൻ, എന്താ നിങ്ങൾക്ക് കിട്ടും? കണ്ണടച്ച് കൊടുക്കണം. കാരണം കർത്താവ് പറഞ്ഞതാണ് എനിക്ക് തരുമെന്ന് പറയണം. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. മറ്റുള്ളവർ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഞാൻ നിനക്ക് ദീർഘായുസ്സും മാന്യതയും അല്ലെങ്കിൽ ഓർഡർ ചെയ്യും. അപ്പോൾ നമ്മളത് ചെയ്യുക. ക്ഷമിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനും നന്മ വരുവാനും കാരണമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കാൻ തയ്യാറാണ്. ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫെയ്ത്ത്. ആമേൻ. ദൈവവചനത്തെ അനുസരിക്കുന്നതാണ് വിശ്വാസം. അതിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും വിശ്വാസം അസാധാരണമായി വർദ്ധിക്കുവാനും ദൈവരാജ്യത്തിൽ അസാധാരണ കാര്യങ്ങളെ ചെയ്യുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.